ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു നൈറ്റി ഫ്രണ്ടിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ നോക്കുന്നത്. അപ്പം അജ്രക്കിൻ്റെ നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പൊതുവെ മടക്കുന്നത് പോലെ നാലായിട്ട് മടക്കിയതിന് ശേഷം ഞാനവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ടും രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുന്ന പീസാണ്. അത് മേൽഭാഗം മുതൽ താഴെ വരെ 4 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് മടക്ക് വന്ന ഭാഗത്തുനിന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊരു കസ്റ്റമൈസ്ഡ് മാക്സിയാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളത് വരഞ്ഞതിന് ശേഷം ബാക്ക് ഭാഗത്ത് വരുന്ന പീസ് കൂടെ ഇതിനോട് യോജിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് അവിടം തൊട്ട് അങ്ങോട്ടേക്കാണ് ബാക്ക് പീസ് വെക്കേണ്ടത്. 4 ഇഞ്ച് നമ്മൾ ഒഴിവാക്കിയിട്ടതിന് ശേഷമാണ് ബാക്ക് പീസ് എടുത്തു വെക്കേണ്ടത്. അപ്പം നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെട്ടാനായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഞാനൊരു അളവ് വെച്ചിട്ടാണ് കേട്ടോ വരയുന്നത്. വീതി അത്യാവശ്യം വീതി വേണ്ട ഒരു നൈറ്റിയാണ്. അപ്പം അത് ഞാൻ അളവ് വെച്ചിട്ടാണ് വരഞ്ഞെടുക്കുന്നത്. നെക്ക് 3 ഇഞ്ചും ബാക്ക് നെക്കിൽ ഇറക്കം 3 ഇഞ്ച്, ഫ്രണ്ട് നെക്കിൽ 6 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പാർട്ട് നമ്മൾ 4 ഇഞ്ച് ആദ്യം മാറ്റി വെച്ചതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കറക്റ്റ് തന്നെയാണോ എന്നുള്ളതൊന്ന് നോക്കണം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൽ സ്ക്വയറാണ് കഴുത്ത് കൊടുക്കുന്നത്, ബാക്ക് നെക്കിൽ റൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് സൈഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലെയിൻ പീസ്, ഞാൻ ഏകദേശം അതിനോട് മാച്ച് ആവുന്നൊരു മെറൂൺ ടൈപ്പ് തന്നെ എടുത്തത്, ഒരു പ്ലെയിൻ പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ അടിച്ച് മറിച്ചിട്ട് അടിക്കുന്ന രീതിക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 6 ഇഞ്ച് നീളത്തിൽ
എലാസ്റ്റിക്കാണ്. ഞാൻ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അത് 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കഴുത്ത് മറിച്ചടിച്ചിട്ടുണ്ട്. അത് താഴ്ഭാഗത്ത് ഞാൻ വീണ്ടും ജോയിൻ്റാക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ള പാകത്തിന് താഴ്ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടുണ്ട്. സൈഡ് രണ്ടും ഓപ്പൺ ആണ് കേട്ടോ. ഇനി നമുക്കത് എലാസ്റ്റിക് അതിലേക്ക് കൊടുക്കാം. എലാസ്റ്റിക് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എലാസ്റ്റിക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ എലാസ്റ്റിക് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എലാസ്റ്റിക് അതിനുള്ളിൽ കൊടുക്കാനുള്ളൊരു പാകത്തിനാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാം നൈറ്റിക്കും ഫ്രണ്ടിലൊരു കെട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കെട്ട് കയറടിച്ചതിന് ശേഷം അതൊന്ന് കെട്ടായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മടക്കിയിട്ട് ആ എലാസ്റ്റിക്കിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അതുകൂടെ ചെയ്തതിന് ശേഷം നോർമൽ നൈറ്റി അടിക്കുന്നത് പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.